ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, നമ്മൾ ബെന്യാമിൻ സാർ പറയില്ലേ, നമുക്ക് മനസ്സിൽ ഒരാളോട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത 2 വികാരമേ ഉള്ളൂ. അതിൽ ഒന്നെന്ന് പറയുന്നത് ഭക്തിയാണ്. അതെ, നമ്മളെ പടച്ചവനോടുള്ള നമ്മുടെ ഹുബ്, ആ ഒരു ഇഷ്ടം. അതുകൊണ്ടാണല്ലോ അള്ളാഹു പോലും പറഞ്ഞത്, ഈ സർവ്വചരാചര്യങ്ങളെ ഞാൻ സൃഷ്ടിച്ചു വെച്ചെങ്കിൽ പോലും ഇതിനൊന്നും തന്നെ എന്നെ ആവാഹിക്കാനോ എന്നെ ഉൾക്കൊള്ളാനോ പറ്റില്ല. പക്ഷേ ഒരു യഥാർത്ഥ അവനിന്റെ ഉള്ളിൽ ആ ഒരു കൽബുണ്ടല്ലോ, ആ കൽബിന്റെ ഉള്ളിൽ ഞാൻ ഉണ്ടാവും. ആ കൽബിൽ മാത്രമേ എന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് അള്ളാഹു പറയുന്നത് അതുകൊണ്ടാണ്. സോ ആ ഒരു ഭക്തി, പടച്ചവനോടുള്ള ഒരു സ്നേഹം, ആ ഒരു ഹബ്ബ് നമുക്കൊരിക്കലും മറ്റൊരാളോട് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ദുനിയാവിൽ വന്ന സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് തോന്നുന്ന ഒരു പ്രണയം, ആ പ്രണയം എന്ന് പറയുന്നത് വളരെ നമുക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു വേറൊരു ഇമോഷൻ തന്നെയാണ്. അത് അത്ര പ്യുവറായിട്ടുള്ള സോളാണെങ്കിൽ മാത്രം കേട്ടോ. സോ ഈ 2 വികാരം അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നു, ഏറ്റവും നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ സൃഷ്ടാവില് നമ്മളെ ഒരു കുറവുകളും ഇല്ലാണ്ട് നമ്മളെ ഈ ഒരു രീതിയിൽ സന്തോഷമായൊരു ജീവിതം, രാവിലെ എണീക്കുന്നു, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് ഓരോ മനുഷ്യര് ലൈഫ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടല്ലേ ഓരോ ആൾക്കാർ ഓരോ ദിവസം കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ ആരോഗ്യം ഫേസ് ചെയ്ത് ഒരുപാട് പേര് ഹോസ്പിറ്റലിലാണ്. RCCയിൽ കടന്നു ചെന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. സോ അവിടെ കയറാനുള്ള മനോബലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യം ടെൻഷനോട് കൂടി കയറിപ്പോയ ഒരാളാണ്. അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് ഓരോ പ്രാവശ്യം എനിക്ക് അവിടെ പോയേ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിലൊരു ലൈഫാണ് എൻ്റെ. സോ എൻ്റെ ഫാമിലിയിൽ ഒരാൾക്ക് അങ്ങനെ ഒരു രോഗമുണ്ട്. സോ അവിടെ കയറി ചെല്ലുമ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ അറിയാണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ദുആ ചെയ്യും, പടച്ചോനെ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു രോഗത്താൽ പരീക്ഷണം പെടുന്നവരില്ല, നമ്മളൊന്നും പെടുത്തല്ലേ അല്ലാഹുവേ എന്ന് ഞാൻ ഇപ്പോഴും ദുആ ചെയ്യുന്നൊരു കാര്യവും കൂടിയാണ്. സോ അങ്ങനെയൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്ന, നമുക്കൊരു സുഖം തരാണ്ട് നമ്മളെ ഇന്ന് എണീപ്പിച്ച് നിർത്തുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ അല്ലാണ്ട് വെച്ച് ആരുടെയും മുമ്പിൽ എന്നെ തല കുനിപ്പിക്കല്ലേ അള്ളാഹ് എന്നൊരു ദുആ മാത്രമേ ഉള്ളൂ. പടച്ചോന്റെ മുമ്പിൽ അല്ലാണ്ട് നമ്മൾ മറ്റൊരാളുടെ മുമ്പിലും പോയിട്ട് തലകുനിക്കുന്നൊരവസ്ഥ, ഒരു കാരണത്തിന്റെ പേരിലും തലകുനിച്ച് നിൽക്കുന്ന